എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസരം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. അതായത് മെയ് 28-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ +1 പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ അപേക്ഷ കൺഫർമേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അപേക്ഷ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു അപേക്ഷ കൺഫർമേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ഒരു പ്രധാനപ്പെട്ട സംശയമായിരിക്കും. അപേക്ഷ ആരൊക്കെയാണ് കൺഫർമേഷൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു, എന്നാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ എവിടെയും നിങ്ങളെ പരിഗണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ട് അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്കകം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇനി മറ്റാരൊക്കെയാണ് ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആരൊക്കെയാണോ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ആ ഒരു വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യേണ്ടതാണ്. ഇങ്ങനെ കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അപേക്ഷയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, അതായത് എഡിറ്റുകൾ കാര്യങ്ങളൊന്നും ഈ ഒരു ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷയിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ ലിങ്ക് വഴി നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷയിൽ വന്നിട്ടുള്ള കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ, അതുപോലെ തന്നെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛൻ്റെ, അമ്മയുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ പേര്, ഇതിൽ എന്തെങ്കിലും വന്നിട്ടുള്ള തെറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ താലൂക്ക്, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതുപോലെ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റ് എന്നിങ്ങനെ വിവിധ കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകളോ എഡിറ്റുകളോ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഫൈനൽ കൺഫർമേഷൻ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ എഡിറ്റുകൾ പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അതുപോലെ നിങ്ങളുടെ കാസ്റ്റ്, കാറ്റഗറി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് അതൊരു പ്രശ്നം ആവാതിരിക്കാനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ, അത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. അപേക്ഷയിൽ തെറ്റുകളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ വിദ്യാർത്ഥികൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാതിരിക്കേണ്ട, അതായത് ചെയ്യേണ്ടത് നിർബന്ധമല്ലാത്ത വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ യാതൊരുവിധ തെറ്റുകളുമില്ല, അതുപോലെ തന്നെ ഓപ്ഷൻസ് ഒന്നും പുതുതായിട്ട് കൂട്ടിച്ചേർക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്ലൈ ചെയ്ത സമയത്ത്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസിൻ്റെ ആ ഒരു സ്കൂൾ കോഡും അതുപോലെ തന്നെ കോഴ്സ് കോഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതില്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആണ്, എന്നാൽ നിങ്ങൾക്ക് അപേക്ഷയിൽ യാതൊരു വിധത്തിലുള്ള എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ അപേക്ഷയിൽ യാതൊരു തെറ്റുകളുമില്ല, അതുപോലെ നിങ്ങൾ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് യാതൊരു വിധത്തിലുള്ള എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പുതിയ സ്കൂൾ കോഴ്സ് എന്നിവയൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളൊന്നും ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല. കാരണം ഓൾറെഡി അവരുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയിരിക്കും. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് അപേക്ഷ കൊടുത്ത സമയത്ത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭിക്കാതെ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫേംഡ് ആവാതെ വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിങ്ങൾ, അതായത് നിങ്ങൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS മുഖേനയോ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ MRS മുഖേനയോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് മുഖേനയോ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ അപേക്ഷയിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നത്, ആ ഒരു എല്ലാവിധ മാറ്റങ്ങളും ഈ ഒരു ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അപേക്ഷയിൽ നിങ്ങൾ എന്തെങ്കിലും തിരുത്തലുകളോ അല്ലെങ്കിൽ എഡിറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ സ്കൂൾ കോഴ്സ് കോമ്പിനേഷനുകൾ ആഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അപേക്ഷയിൽ വരുത്തിയിട്ടുള്ള യാതൊരുവിധ എഡിറ്റുകളും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 5 മണിക്കകം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്നുകൂടി പറഞ്ഞു തരാം.
ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആരൊക്കെയാണോ കൺഫർമേഷൻ ചെയ്യാത്തത് അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ അപേക്ഷയിൽ നിങ്ങൾ എഡിറ്റുകളും കാര്യങ്ങളും, അതായത് നിങ്ങൾ പുതുതായിട്ട് സ്കൂളും കോഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ആപ്ലിക്കേഷനിലെ വിവരങ്ങൾ എന്തെങ്കിലും തിരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് EWS സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത് ഇല്ല എന്നുള്ളത് നോ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ളതും, അതുപോലെ തന്നെ പുതിയ സ്കൂൾ കോഴ്സ് എന്നിവ ഓപ്ഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. ഇനി ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആ ഒരു എഡിറ്റും കാര്യങ്ങളൊന്നും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കില്ല. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ട നിർബന്ധമല്ലാത്ത വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച സമയത്ത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അപേക്ഷയിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുകളുമില്ല, അപേക്ഷയിൽ യാതൊരു വിധ എഡിറ്റും ചെയ്യേണ്ട ആവശ്യമില്ല എന്നിങ്ങനെയുള്ള വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് നിർബന്ധമല്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫേംഡ് ആയിട്ടുണ്ടായിരിക്കും. കാരണം ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് കിട്ടിയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫേംഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഫൈനൽ കൺഫേംഡ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ആപ്ലിക്കേഷനിൽ, അതായത് അപേക്ഷയിൽ യാതൊരു വിധത്തിലുള്ള എഡിറ്റും ചെയ്യേണ്ടതില്ല, ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഓൾറെഡി കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള എഡിറ്റും അല്ലെങ്കിൽ ഫൈനൽ കൺഫർമേഷനും ചെയ്യണം എന്നുള്ളതിന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ എന്ത് തരത്തിലുള്ള എഡിറ്റുകൾ, അതായത് ചെറിയ എഡിറ്റ് പോലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് പേജിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രിവ്യൂ പേജ് കാണാൻ സാധിക്കുന്നു. ഒരു പച്ച കളറിലാണ് പ്രിവ്യൂ പേജ് കാണാൻ പറ്റുക. അവിടെ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും ഉണ്ടാവും. അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് അതിൽ യാതൊരുവിധ തെറ്റുമില്ല, നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ കൺഫേം ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ടുള്ള ഒരു ചെക്ക് ബോക്സ് ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയും അതിനുശേഷം എഡിറ്റ് ആപ്ലിക്കേഷനിൽ പിന്നീട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് മാത്രമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കകം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.